നമസ്കാരം. കഴിഞ്ഞ 3 വർഷത്തിലധികമായി തുടരുകയാണ് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരെ നടത്തിയിട്ടും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടുക്കുന്ന ലക്ഷണമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ പുടിനെതിരെ അതിശക്തമായ തോതിലുള്ള വ്യക്തിപരമായി തന്നെ അതിശയിച്ചുകൊണ്ടുള്ള പരാമർശങ്ങളാണ് ട്രംപ് ഇക്കാര്യത്തിൽ നടത്തിയത്. എന്നിട്ടും പുടിൻ ഇത് കണ്ട ലക്ഷണം കാണിക്കുന്നില്ല. ഇപ്പോൾ പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. യുക്രൈനുമായുള്ള യുദ്ധം ഒരുപക്ഷെ ജയിക്കുകയോ അതല്ലെങ്കിൽ അവസാനിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പുടിൻ്റെ അടുത്ത ലക്ഷ്യം എവിടെയായിരിക്കുമെന്ന്. കൃത്യമായി അതിനിപ്പോൾ ഒരു മറുപടി ലഭിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ മുൻ സേനാ മേധാവിയും CIA തലവനുമായിരുന്ന ഡേവിഡ് പെട്രയാസാണ് തൻ്റെ വിശദീകരണ ഇക്കാര്യത്തിൽ നൽകിയിരിക്കുന്നത്. പുടിൻ്റെ അടുത്ത ലക്ഷ്യം ബാൾട്ടിക് രാജ്യങ്ങളാണ്. അതിൽ പ്രധാനമായും ലിത്വേനിയയാണ് പുടിൻ ലക്ഷ്യമിടുന്നത് എന്നാണ് പെട്രയാസ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ലണ്ടനിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ശ്രമങ്ങളൊക്കെ തന്നെ ഫലത്തിൽ പുടിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലായി മാറി എന്നാണ് ഇപ്പോൾ പെട്രയാസ് കുറ്റപ്പെടുത്തുന്നത്. മുൻ പ്രസിഡന്റ് ജോ ബൈഡനും ഇക്കാര്യത്തിൽ തുല്യ ഉത്തരവാദിത്തമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. റഷ്യയെ ഇങ്ങനെ അഴിച്ചുവിടാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് പെട്രയാസ് തൻ്റെ പ്രസംഗത്തിൽ ഉടനീളം സൂചിപ്പിച്ചത്. മാത്രമല്ല, അദ്ദേഹം ഒരു കാര്യം പ്രത്യേകം ഊന്നി പറഞ്ഞു. ഈയിടെ പുടിൻ നടത്തുന്ന എല്ലാ പ്രസംഗങ്ങളിലും അദ്ദേഹം ലിത്വേനിയയെക്കുറിച്ച് പരാമർശങ്ങൾ നടത്താറുണ്ട്. ഇത് കരുതലോടെ വേണം കാണാൻ എന്നാണ് പെട്രയാസിൻ്റെ അഭിപ്രായം. കാരണം പുടിൻ ഈ രാജ്യം ലക്ഷ്യമിടുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. നാറ്റോ സഖ്യ രാജ്യമാണ് ലിത്വേനിയ. എങ്കിലും പുടിനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ തൻ്റെ സാമ്രാജ്യം വിപുലപ്പെടുത്താനുള്ള നീക്കങ്ങളായിരിക്കും നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. അതനുസരിച്ച് ഓരോരോ രാജ്യങ്ങളെ കീഴടക്കുക എന്നുള്ളത് ഒരുപക്ഷെ പുടിൻ്റെ ഒരു സ്വപ്നമായിരിക്കാമെന്നാണ് പെട്രയാസ് സൂചിപ്പിക്കുന്നത്. അത്തരത്തിൽ നാറ്റോ സഖ്യ കക്ഷികളെ റഷ്യ ആക്രമിക്കാൻ തുടങ്ങിയാൽ പിന്നീട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അക്കാര്യത്തിൽ ശക്തമായി തന്നെ ഇടപെടേണ്ടി വരും എന്നും അദ്ദേഹം സൂചന നൽകിയിരിക്കുകയാണ്. പെട്രയാസ് അമേരിക്കയുടെ സൈനിക മേധാവിയായിരുന്ന കാലത്താണ് അഫ്ഗാനിസ്ഥാനിലും മറ്റും അമേരിക്കയും ബ്രിട്ടനുമൊക്കെ സൈനിക മുന്നേറ്റം നടത്തിയത്. അന്ന് അത്തരം കാര്യങ്ങൾക്കെല്ലാം തന്നെ സജീവമായ നേതൃത്വം നൽകിയ ആദ്യ പ്രഗത്ഭനായ സൈനിക മേധാവിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ലോകത്ത് ഏത് രാജ്യങ്ങളിലും ഉണ്ടാകുന്ന സൈനിക നീക്കങ്ങളുമായി ബന്ധപ്പെട്ട ഏത് ചെറു ചലനങ്ങൾ പോലും കൃത്യമായി മനസ്സിലാക്കാൻ കഴിവുള്ള വ്യക്തിയാണ് പെട്രയാസ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹം പറയുന്നത് പുടിൻ്റെ അടുത്ത ലക്ഷ്യം ലിത്വേനിയയാണ് എന്ന്. യുക്രൈനിൽ അവിടുത്തെ ശക്തനായ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ പുറത്താക്കിയതിന് ശേഷം തൻ്റെ ഒരു ഡമ്മി അല്ലെങ്കിൽ ഒരു പാവയെ അവിടെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുത്തിക്കൊണ്ട് യുക്രൈൻ കീഴടക്കാനും യുക്രൈൻ്റെ ഭൂവിഭാഗങ്ങളൊക്കെ തന്നെ പിടിച്ചെടുക്കാനുമാണ് പുടിൻ ലക്ഷ്യമിടുന്നത് എന്നാണ് പെട്രയാസിൻ്റെ അഭിപ്രായം. ഇത് സംബന്ധിച്ച് അദ്ദേഹം നിരവധി കാര്യങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സെലൻസ്കിയെ സംബന്ധിച്ച് സെലൻസ്കി വളരെ ശക്തനായ ഒരു നേതാവ് തന്നെയാണ്. അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് പോലും നേരിട്ട് വാഗ്വാദം നടത്താൻ ധൈര്യം കാണിച്ച വ്യക്തി കൂടിയാണ്. എന്നിട്ടും ഒടുവിൽ റഷ്യയുമായുള്ള യുദ്ധം എങ്ങനെയെങ്കിലും പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹവും ഇപ്പോൾ കുറച്ച് കീഴടങ്ങിയ മട്ടിലാണ് കാര്യങ്ങൾ നീക്കിയത്. പക്ഷേ റഷ്യ ആകട്ടെ ഇപ്പോഴും കടും നിലപാടിൽ തന്നെ തുടരുകയാണ്. റഷ്യയുടെ ലക്ഷക്കണക്കിന് സൈനികരാണ് കൊല്ലപ്പെടുകയോ ഗുരുതരമായ പരിക്കേറ്റ നിലയിൽ കഴിയുകയോ ചെയ്യുന്നത് എന്നാണ് പെട്രയാസ് ചൂണ്ടിക്കാട്ടുന്നത്. അവരുടെ സൈനിക ശേഷി ഏറെ കുറഞ്ഞിരിക്കുന്നു. എങ്കിലും പുടിൻ ഇതൊന്നും വകവയ്ക്കാതെ തൻ്റെ രാജ്യം വിശാലമാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് പെട്രാസും ചിന്തിക്കുന്നത്. മാത്രമല്ല, യുദ്ധം നടക്കുന്ന സമയത്ത് ഈ ക്ലസ്റ്റർ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിക്കണമെന്ന് ഇപ്പോൾ ഒരു അന്താരാഷ്ട്ര നീക്കം നടക്കുന്നുണ്ട്. ബ്രിട്ടനും അതിനെ അനുകൂലിച്ചിരുന്നു. ഒരു കാരണവശാലും ബ്രിട്ടൻ ഇക്കാര്യം അംഗീകരിക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. യുദ്ധകളങ്ങളിൽ ഈ ക്ലസ്റ്റർ ആയുധ സംവിധാനം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ പ്രതിരോധം തീർക്കുന്നത് എന്ന കാര്യം അദ്ദേഹം ബ്രിട്ടനിലെ ഭരണാധികാരികളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഏതായാലും വ്ളാഡിമിർ പുടിൻ ലോകത്ത് ഇപ്പോൾ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകം കീഴടക്കാനുള്ള അദ്ദേഹത്തിൻ്റെ വല്ലാത്ത ദാഹം റഷ്യ ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കും എന്ന ആശങ്കയിലാണ് പലരും. യുക്രൈനുമായി തുടർന്ന യുദ്ധം അവസാനിപ്പിക്കാൻ എത്ര രാജ്യങ്ങൾ അവിടുത്തെ രാഷ്ട്രത്തലവന്മാരൊക്കെ തന്നെ മുൻകൈ എടുത്തുവെങ്കിൽ പോലും തൻ്റെ നിർബന്ധ ബുദ്ധിക്ക് കീഴടങ്ങി ഇപ്പോഴും മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് പുടിനെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പെട്രയാസ് ഇപ്പോൾ നൽകുന്ന ഈ ഒരു മുന്നറിയിപ്പ് എല്ലാവരും കാര്യമായി കണക്കാക്കണമെന്ന് പറയുന്നത്. അത്തരത്തിൽ ഒരു സംഭവം ഇനി അങ്ങോട്ടുണ്ടായാൽ ലിത്വേനിയ കീഴടക്കിയാൽ ഒരുപക്ഷെ അത് ലോകമഹായുദ്ധത്തിലേക്ക് തന്നെ കൊണ്ട് എത്തിക്കുമോ എന്ന് പോലും പലരും സംശയിക്കുന്നുണ്ട്.